കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഒരു ചിക്കൻ കബാബ് ഉണ്ടാക്കാം. അത് ഈ നോമ്പ് കാലമൊക്കെ വരികയല്ലേ, നോമ്പ് തുറക്കാനൊക്കെ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കിനി കാണാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം മീഡിയം സൈസിൽ 2 കഷ്ണം ഇഞ്ചി, 10 ഇല്ലി വെളുത്തുള്ളി. 10 ഇല്ലി വെളുത്തുള്ളി ഇത് കുഞ്ഞതായ കാരണമാണ്, അല്ലെങ്കിൽ ഒരു 6-7 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത 1/2 കിലോ ഇറച്ചിയാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനു വെച്ചാൽ ഇങ്ങനെ മുറിക്കുമ്പോൾ വേഗം മിക്സിയിലിട്ട് അരയ്ക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. നമുക്കിത് ഇനി ഒരു മീഡിയം ലെവലിൽ അരച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ ഒരു മീഡിയം സൈസിൽ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കണ്ടില്ലേ, ചെറിയതായിട്ട് അരിഞ്ഞ 2 വലിയ ഉള്ളിയാണ് എടുത്തത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതാണിത്. ഒരു പിടി മല്ലിയില. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ്. മുളക് പൊടി എരിവ് നോക്കി ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളക് കൂടി ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗീര മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ പറയണില്ല, പാകത്തിന് ഇട്ടാൽ മതി. എരിവിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എരിവിടാം. അതേപോലെ ഉപ്പ്, ഇത് രണ്ടും നിങ്ങളെ പാകത്തിന് ഇട്ടാൽ മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മസാലയും ഉപ്പും എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചൊന്ന് മിക്സാവട്ടെ. വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ആ ഇറച്ചിയിലുള്ള വെള്ളം നനവ് തന്നെ നമുക്കിത് ധാരാളം മതിയാവും. ഇറച്ചി വെള്ളം തോർത്തിയിട്ട് വേണം അരയ്ക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടും. ഉപ്പും മുളകും എല്ലായിടത്തും നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതെണ്ണയിലാണ് പൊരിക്കണമെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്കിനി നന്നായിട്ട് എണ്ണയും മസാലയും ഒക്കെ മിക്സാക്കി എടുക്കാം. ഈ ചിക്കൻ നമ്മൾ എല്ലില്ലാതെ എടുക്കുമ്പോൾ ഇതിൽ നെയ്യൊന്നും ഉണ്ടാവില്ല. അതിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇറച്ചി, മസാല, ഉള്ളി എല്ലാം നല്ല പോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മസാലകളൊക്കെ ഇതിൽ അസലായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് കുഴച്ചത് മതി കബാബ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോണത് ഈ ദോശച്ചട്ടിയിലാണ്, ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ്, നല്ല കട്ടിയുള്ളത്. ഞാൻ കനലിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഈ ചട്ടിയിലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലോ, അപ്പോൾ നമുക്ക് ഇതിലുണ്ടാക്കിയാൽ മതി. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കബാബിൻ്റെ കോലിൽ ആക്കി കൊടുത്ത് ചട്ടിയിൽ വെക്കാം. ഞാനിത് ഒറിജിനൽ കോലൽ നല്ല എടുത്തിക്കണത്, കബാബിൻ്റെ കോല് വേറെ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ പച്ച മടക്കനെ വെട്ടിയിട്ടാണ് കോലുണ്ടാക്കിയെടുത്തത്. അതിലേക്ക് ഇനി നമുക്ക് ആക്കിയെടുക്കാം. നമുക്ക് ഇങ്ങനെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ വെക്കാം.
ഇല്ലേ? ഇനി നമുക്ക് ഈ കോലിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഇതേപോലെ എടുക്കുക. നാം ഒന്ന് പരത്തിയിട്ടാണ് എടുക്കുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കണത്, അതുകൊണ്ട്. നമുക്കിതിൽ ഒരു തുള്ളി എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നീ ഇതവിടെ ഇരുന്ന് പതുക്കെ വേഗട്ട്. ഇതിൽ എണ്ണ തോനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചട്ടി നനയാനുള്ള എണ്ണ നമ്മൾ ഒരു സ്പൂണിലെടുത്ത് ഒന്ന് പരത്തി ഒഴിക്കുക. അതില്ലെങ്കിൽ എണ്ണ പുരട്ടുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് നമുക്കിതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ മറിക്കരുത്. കുറച്ച് ഒന്ന് അടിയിലൊരു കളർ വന്നിട്ടില്ലേ, അങ്ങനെ വന്നാൽ മറിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ സൈഡ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും കൂടി ഒന്ന് വേഗട്ടെ. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആയിട്ടുണ്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, 4 വശത്തും ആയിട്ടുണ്ട്. കണ്ടാ? ഇത് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? കണ്ടാ? ഇത് കണ്ടില്ലേ? 4 വശത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എല്ലാവരും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ഉള്ളതും കൂടി ഞാൻ എടുക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സോസും കൂട്ടി തിന്നുകയാണെങ്കിൽ അടിപൊളിയായി. അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കൽ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.